ഹലോ, ഇറ്റ്സ് മീ തൃഷ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു വെറൈറ്റി ഫ്ലവർ മേക്കിംഗ് ചെയ്താലോ. വെറൈറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് ടിഷ്യൂ പേപ്പറിലും കോട്ടൺ പാഡ്സിലും ഒക്കെ ചെയ്യുന്നതാണ്. ഞാനിന്നിപ്പോൾ ഇവിടെ നമ്മുടെ നാച്ചുറൽ ലീവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ നാച്ചുറൽ ലീവ്സ് ഞാൻ എൻ്റെ നെയ്ബറിൻ്റെ വീട്ടിലത്തെ ചെടിയിൽ നിന്ന് അടിച്ച് മാറ്റിയതാണ്. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ എല്ലാ ഇലകളും കൂടെ അങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. ഏകദേശം സെയിം സൈസിലുള്ളതാണ് എടുക്കുന്നത്, വളരെ കുഞ്ഞായിട്ടുള്ളതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഒരു 10-20 ലീവ്സ് എടുത്തിട്ട് ഇതുപോലെ ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ലീവ്സൊക്കെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മൊത്തം ലീവ്സും റൗണ്ടാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. പണ്ട് ചോറും കറിയൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് പപ്പടമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതുപോലെ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടായിരുന്നു. പക്ഷെ ഇത്ര വലിപ്പം ഉണ്ടാവില്ല. ഈ ബോട്ടിലിൻ്റെ ക്യാപ്പ് കൊണ്ടൊക്കെ ഇലയിൽ ഇതുപോലെ ചെറിയ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അന്ന് പപ്പടമൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്തെടുത്ത ഓരോ ഇലകളും ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു പാത്രമോ അതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ഗ്ലൂ കൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. കാരണം ലീഫാണ്, ടിഷ്യൂ പേപ്പർ പോലെ അത്ര ഈസി അല്ല ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ നമ്മളെ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്തത്.
അപ്പം ഞാനിവിടെ മൊത്തം ലീവ്സും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ആ ഗ്ലാസ് അതൊന്ന് ഊരിയെടുക്കണം. അതാണ് ചെറിയൊരു ടാസ്ക്. അത് ശ്രദ്ധിച്ച് ഊരിയെടുത്തിട്ടില്ലെങ്കിൽ അത് ഇലകളൊക്കെ ഇളകിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല മുറിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പം എൻ്റെ ഫ്ലവറിന് തൽക്കാലം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇപ്പോൾ കാണുന്ന ഈ ഒരു ലുക്ക് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലുക്കൊക്കെ പോകും. എന്നാലും വേണ്ടില്ല, കാണാനൊരു രസമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ